നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് രാവിലെയും ദർശനത്തിനായുള്ള തീർത്ഥാടകരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടുകിടക്കുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന സാഹചര്യത്തിൽ 1 മണി മുതൽ 6 മണി വരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിട്ടില്ല. വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. സന്നിധാനത്ത് ഇന്നലെ 18ാം പടി കയറിയത് 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകരാണ്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നാളെയാണ് മണ്ഡലപൂജ നടക്കാനിരിക്കുന്നു. തിരക്ക് കൂടിയ സാഹചര്യം, ലക്ഷത്തിലധികം ആളുകൾ ഒരു ദിവസം കയറുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. എന്താണ് സന്നിധാനത്തെയും മറ്റിടങ്ങളിലെയും സ്ഥിതി? സന്നിധാനത്തെ തിരക്ക് തുടരുകയാണ്. അയ്യപ്പന്മാരുടെ നിര ഇപ്പോഴും അപ്പാച്ചിമേട് വരെ നീണ്ടുകിടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. പമ്പയിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ കയറ്റിവിടുന്നുള്ളൂ. ഇനി 1 മണി മുതൽ 6 മണി വരെ അയ്യപ്പന്മാരെ കയറ്റിവിടുകയും ചെയ്യില്ല. കഴിഞ്ഞ 2 ദിവസവും 1 ലക്ഷത്തിന് മുകളിൽ അയ്യപ്പന്മാർ എത്തിയ സാഹചര്യത്തിൽ ഇന്നലെ വരാൻ കഴിയാത്ത അയ്യപ്പന്മാർ കൂടി ഇന്ന് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കൂട്ടലാണ് അധികൃതർക്കുള്ളത്. വലിയ തിരക്കുണ്ട്. 10-15 മണിക്കൂർ വരി നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോഴും ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് വരാൻ കഴിയില്ല. 2, ഇന്ന് 5 മണിക്കാണ് വൈകുന്നേരം നട തുറക്കുന്നത്. അതായത് സാധാരണ 3 മണിക്ക് തുറക്കുന്നത് ഇന്ന് 5 മണിക്കാണ് നട തുറക്കുക. ഇന്ന് വൈകുന്നേരമാണ് തങ്കയങ്കി സന്നിധാനത്തെത്തുക. 5 മണിക്ക് തങ്കയങ്കി സ്വീകരിക്കുവാൻ ദേവസ്വം പ്രതിനിധികൾ ശരംകുത്തിയിലെത്തും. അവിടെ നിന്നും തങ്കയങ്കിയുമായുള്ള സംഘം സന്നിധാനത്ത് 6:30 തങ്കയങ്കി ചേർത്തി മഹാദീപാരാധന നടക്കും. രാത്രി അത്താഴപൂജയ്ക്കും തങ്കയങ്കി ദർശിക്കാൻ അയ്യപ്പന്മാർക്ക് തീർത്ഥാടകർക്ക് സാധിക്കും. നാളെയാണ് മണ്ഡലപൂജ. 10:30-ക്കും 11:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. നാളെ രാവിലെ 9:45 വരെ മാത്രമാണ് അയ്യപ്പന്മാർക്ക് നെയ്യഭിഷേകത്തിനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിൽ മണ്ഡലപൂജയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. വലിയ തിരക്കനുഭവപ്പെടുന്നു. അയ്യപ്പന്മാർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ ഇതുവരെയുള്ള നടവരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. 39 ദിവസത്തെ നടവരവ് കണക്കാക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 18 കോടിയുടെ കുറവാണ് രേഖപ്പെടുത്തി. 204 കോടി രൂപയാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. ഇതുവരേക്ക് നടവരവിൽ കഴിഞ്ഞ തവണ 222 കോടിയായിരുന്നു. എല്ലാ മേഖലയിലും, അപ്പം അരവണ തുടങ്ങിയ എല്ലാ മേഖലയിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് നടവരവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ സന്നിധാനത്തെ കുത്തക ലേലത്തിൻ്റെ തുകയും അതേപോലെ തന്നെ നടവരവിൽ കാണിക്കാവഞ്ചുകളിൽ വീണ നാണയങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്നത് പൂർത്തിയാവാത്തതിനാൽ ഈ തീർത്ഥാടനകാലം പൂർത്തിയാകുമ്പോഴേക്കും നടവരവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാണെങ്കിലും വലിയ തിരക്കിലേക്ക് സന്നിധാനം എത്തിക്കഴിഞ്ഞു. ഇന്നിനി വൈകുന്നേരം തങ്കയങ്കിക്കുള്ള കാത്തിരിപ്പാണ്. തങ്കയങ്കി ചേർത്തുള്ള മഹാദീപാരാധനയാണ് ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത. പലയിടത്തും ഈ ഭക്തരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. റോഡിലൊക്കെ ഇരുന്നുള്ള വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കടന്നിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല എന്നുള്ളതുമാണ്. അപ്പം വലിയ ബ്ലോക്കാണ് ഉണ്ടാവുന്നത്. അതൊക്കെ എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും ഇനിയുള്ള ഭക്തരുടെ വരവിൽ? സത്യത്തിൽ സന്നിധാനത്തേക്ക് ഈ പ്രതിഷേധങ്ങളൊന്നും എത്തുന്നില്ല. സന്നിധാനത്ത് എത്താൻ കഴിയാത്തതിൽ അയ്യപ്പന്മാർ പ്രതിഷേധിക്കും മുഴുവൻ പമ്പയ്ക്കും താഴെ എരുമേലി ആ മേഖലകളിലാണ് ഇതിൻ്റെ പ്രതിഷേധം നടക്കുന്നത്. സന്നിധാനം നിറയുമ്പോൾ, പമ്പ നിറയുമ്പോൾ അവിടേക്ക് അയ്യപ്പന്മാരെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ കോടതി പമ്പയിലെ പാർക്കിംഗ് സംവിധാനം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അതിന് കോടതി ആ ഒരു അപേക്ഷ സർക്കാർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് പങ്കുവച്ചത്. നിലയ്ക്കൽ പാർക്കിംഗ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇടത്താവളങ്ങളിൽ നിയന്ത്രിക്കേണ്ടി വരുന്നതെന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം അത് പക്ഷേ സന്നിധാനത്തെ സംബന്ധിച്ച് ഇവിടെ എത്തുന്നവർ സുഖമായി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു. പക്ഷേ എപ്പോഴിവിടേക്ക് എത്താൻ കഴിയുമെന്നുള്ള സാഹചര്യം അത് ആർക്കും തന്നെ പറയാൻ കഴിയാത്തത്ര തിരക്കാണ് പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ അനുഭവപ്പെടുന്നത് തന്നെയാണ്.